ഹായ് ഹലോ, രാവിലത്തെ അടുക്കള വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാവിലെ ഇതാ കൊഞ്ചും അയിലയും നെത്തോലിയായിട്ടൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ചെറുപയർ അങ്ങനെ അവരെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വച്ചു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിടാൻ വേണ്ടി കഞ്ഞിക്കലമൊക്കെ അടുപ്പിൽ വെച്ചു. ഞാനിന്ന് മൺകലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. മൺകലത്തിനൊരു ചെറിയ റെസ്റ്റ് വല്ലപ്പോഴും കൊടുക്കണ്ടേ, അതുകൊണ്ട് ഇന്ന് ഞാൻ മൺകലത്തിനെ ഒന്ന് മാറ്റി പിടിച്ചു. അലുമിനിയം കലച്ചട്ടിയിലാണ് കഞ്ഞിക്കിട്ടത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമല്ലോ. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാതെ സപ്പോർട്ട് ചെയ്യരുത്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഇതാ രണ്ടുപേരും എന്നെ വന്ന് നോക്കി നിൽക്കുകയാണ്. അവരൊക്കെ മീനിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതാ ചെറുപയർ അടുപ്പിൽ വെച്ചു. അരിയെ തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ചെറുപയർ അടുപ്പിൽ വെച്ചു. ഞാൻ വീട്ടിൽ നിന്നാൽ എല്ലാം അടുപ്പിലാണ് വയ്ക്കുന്നത്, അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇതാ കൊഞ്ച് കറി വയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകൊക്കെ തളിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട്, തക്കാളിയും എല്ലാം ഇട്ട് റെഡിയാക്കി അതിലേക്ക് മസാല ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കൊഞ്ച് വാരിയിട്ടു. പിന്നെ നമുക്കൊരു ചുളപ്പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതും കൂടെ പിഴിഞ്ഞൊഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി കൊഞ്ച് കറി റെഡിയായി. ഇത് മാത്രം മതി കേട്ടോ ഇന്നത്തെ ഉച്ച ഊണിന്. അത് മാത്രം പറ്റില്ലല്ലോ അല്ലേ, എന്നാലും പിന്നെ നമുക്ക് ബാക്കി കുറച്ച് കറികളൊക്കെ ഒന്ന് കടുക് താളിച്ചെടുക്കണം. ആദ്യം ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കി അതിനെ ഒന്ന് തളിച്ചെടുത്തു. അതിന് ശേഷം ചെറുപയറിനെ ഒന്ന് താളിച്ചെടുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് 2 മീനിനെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും അടുപ്പിൽ തന്നെയാണ് എല്ലാം വയ്ക്കുന്നത്. മരം വെട്ടും ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ എല്ലാം അടുപ്പിലേ വയ്ക്കുകയുള്ളൂ, കഴിവിൻ്റെ പരമാവധി. എനിക്കതാണ് ഇഷ്ടം, അടുപ്പിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കാർക്കും കൊളസ്ട്രോൾ, ഷുഗർ, ബി പി ഒന്നും വരില്ല കേട്ടോ. ഞങ്ങൾ പുറത്തുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധിയിൽ ഞങ്ങൾ വർഷത്തിൽ 360 ദിവസത്തിൽ 350 ദിവസവും വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കണം. ഏതെങ്കിലും 10 ദിവസം പുറത്ത് ഭക്ഷണം കഴിച്ചാലായി. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇനിപ്പുള്ള ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമില്ല. ഞാൻ ഷുഗറുള്ള ലഡു, ജിലേബി, കേക്ക് ഇതുള്ള ഒന്നും ഞാൻ കഴിക്കാറില്ല. ചോക്ലേറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അത്യാവശ്യത്തിന് പിള്ളേർ തന്നാൽ ഒരു നുള്ളെടുക്കും. പിന്നെ വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും വിശേഷത്തിന് ഒരു ലഡു കഴിച്ചാലായി, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും കഴിക്കില്ല. എല്ലാ വിഭവങ്ങളും ഒരുക്കി കഴിഞ്ഞ് ഉച്ചയൂണ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇനി തലേ ദിവസത്തെ വിളക്കൊരുക്കാണ്. അങ്ങനെ തലേ ദിവസം വൈകുന്നേരത്തെ വിളക്കൊക്കെ തേച്ച് റെഡിയാക്കി വച്ചതിന് ശേഷം നമുക്ക് പൂവൊക്കെ പറിക്കാം. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ടാണെങ്കിലും ചെറിയ ചെറിയ മരങ്ങളാണെങ്കിലും എല്ലാത്തിലും കുറേശ്ശെ പൂവുള്ള പിച്ചിപ്പൂവുണ്ട്. പിന്നെ ചെമ്പരത്തി ഉണ്ട്. പുറത്ത് അച്ചടിച്ചെടി നട്ടിട്ടുണ്ട്. തുളസി പൂവുണ്ട്. പിന്നെ നമ്മളെ കണ്ണ് നോവിനൊക്കെ ഒഴിക്കണ ചെടിയുണ്ടല്ലോ, നന്ദിയാർ വട്ടം, ആ ചെടിയുണ്ട്. നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് പിഴിഞ്ഞ് നമ്മൾ കണ്ണിലൊഴിച്ചാൽ കണ്ണ് വേദനയ്ക്കും ചൊറിച്ചിലിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഏറ്റവും ഉത്തമമായ സാധനമാണ്. അങ്ങനെ വിളക്കൊക്കെ ഒരുക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. താങ്ക് യു. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.